ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. മുന്തിരിയുടെ ജ്യൂസും അതുപോലെ തന്നെ വൈനും ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരിങ്ങ കൊണ്ടുള്ള ഒരു ഡെസേർട്ടാണ്. എങ്ങനെയെന്ന് നോക്കാം. മുന്തിരിങ്ങ ആദ്യം നല്ലതുപോലെ കഴുകി നമ്മൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുക. അരച്ചെടുത്ത മുന്തിരിങ്ങ നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഞാൻ അരിച്ചെടുത്തു. ഇതിനകത്ത് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് മിക്സി കഴുകി എടുത്തതാണ്. അതും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് അരക്കപ്പ് വെള്ളത്തിൽ നല്ലതുപോലെ കലർത്തിയെടുക്കാം. കലക്കിയ കോൺഫ്ലോർ നമുക്ക് ഈ മുന്തിരിങ്ങ ചാറിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, മുന്തിരിങ്ങയുടെ മധുരത്തിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്കിതിനി ഇളക്കി നോക്കി ഇതിൻ്റെ മധുരം അനുസരിച്ച് വീണ്ടും ഇടുകയോ ചെയ്യാം. മധുരം കുറവായുണ്ട് ഞാൻ 1 സ്പൂണും കൂടെ ഇടുകയാണ്. നിങ്ങളും നിങ്ങളുടെ ആവശ്യത്തിന് മധുരം അനുസരിച്ച് ഇടുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. കത്തിച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ല ഫുൾ ഫ്ലെയിമിലിട്ടാലും എങ്ങനെയാണെന്ന് പറഞ്ഞു, സ്ലോ ഫ്ലെയിമിലിട്ടാലും അടിയിൽ കട്ടി പിടിക്കാതെ, അതുപോലെ തന്നെ അടി കരിയാതെ നോക്കണം. കുറുകി തുടങ്ങി. ഇത് കട്ട കെട്ടാതെ സൂക്ഷിക്കണം. ഞാൻ സ്റ്റൗവ് സ്ലോയിൽ ഇട്ടു. നല്ലതുപോലെ ഇങ്ങനെ കുമിള വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. മുന്തിരിങ്ങയുടെ പുളി അനുസരിച്ച് വേണം നമ്മൾ ചേർക്കാൻ. ഒരുപാട് പുളിയായി പോകരുത്. അതിന് അല്പം മാത്രമേ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ സെസ്റ്റ്, ഇതിൻ്റെ മഞ്ഞ പാർട്ട് മാത്രമേ ഇടാവൂ, വെള്ള പാർട്ട് വരരുത്, അത് കഴിക്കും. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തെ തൊലി മാത്രം നമുക്ക് ഇതിലേക്ക് ചിരണ്ടിയിട്ട് കൊടുക്കാം. നാരങ്ങയുടെ സെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ട്രേയിലേക്ക് നമുക്ക് അല്പം നെയ്യോ ബട്ടറോ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. നമുക്കിതിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ മുന്തിരിയുടെ ഡെസേർട്ട് നല്ലതുപോലെ തണുത്തു, ഒന്ന് സെറ്റായി. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇല്ല, നമുക്ക് വീട്ടിലുണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഉണ്ടാക്കാവുന്നതാണ്. നല്ലതുപോലെ നമുക്കതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാം. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മിൽക്ക് ചോക്ലേറ്റോ അതുപോലെ തന്നെ ഡാർക്ക് അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാം. നമുക്കിത് സാവകാശം എല്ലാം ഒരുപോലെ സ്പ്രെഡ് ചെയ്യാം. ഇനി മുന്തിരിങ്ങ നമുക്ക് 2ആയിട്ട് കീറി ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ കവർ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഇനിയും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം.
അത് അപ്പോഴത്തേനത് നല്ലപോലെ സെറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് റെഡിയായി. ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. പക്ഷെ 3-4 hours മതി ഇത് സെറ്റാവാൻ. എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ഡെസേർട്ടാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേപ്സിൻ്റെ നല്ലൊരു ടേസ്റ്റും നാരങ്ങയുടെ സെസ്റ്റിൻ്റെയും നല്ല ഒരു ഫ്ലേവർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് അതും കൂടെ ചേരുമ്പം നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.